പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവത്തിൽ ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് നൽകിയ വലിയേറെ സാവകാശനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധിരായിരിക്കുന്ന ഏവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും സന്ധ്യാവന്ദനം. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, നമ്മളെത്രയോ ഭാഗ്യമുള്ളവരാണ്, സൗഭാഗ്യമുള്ളവരാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഈ അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിലാണ്. നമ്മൾ ഓരോ ദിവസവും അങ്ങനെയുള്ള വാർത്തകളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് സമാധാനമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്ന, നമ്മുടെ ആമോദമായിരിക്കുന്ന, നമ്മുടെ സന്തോഷമായിരിക്കുന്ന ദൈവവചനം ധ്യാനിക്കുവാൻ, നമ്മെ നേർവഴിക്ക് നടത്തുന്ന, നമ്മെ ഇരുളിൽ നിന്ന് രക്ഷിക്കുന്ന, നമ്മെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്ന ആ വചനം ഇന്നുവരെ നമ്മൾ നടത്തിയ വചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുന്നു. നമ്മെ മാത്രമല്ല, നമ്മുടെ മക്കളെ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അതാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നാളെ ഉണ്ടാകില്ലെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും നാളെ ഒന്നിലധികം വാർത്തകളാണ്, അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മെ ഇവിടെ വരെ എത്തിച്ചത് കർത്താവിൻ്റെ വചനമാണ്. ആ വചനത്തിൽ നമുക്കായിരിക്കാം, ആ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നാലാമത്തെ മുന്നറിയിപ്പിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 12 വരെയുള്ള വേദവാക്യങ്ങളിലാണ് നാലാമത്തെ മുന്നറിയിപ്പ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഓർത്തു. പറയാത്ത കാര്യങ്ങൾ, അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ നമ്മളത് കണ്ടു. നിങ്ങൾ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്നവരായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആരാണ്? ശിശുക്കളാണ്. ആരാണ് ശിശുക്കൾ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ആരാണ് ശിശുക്കൾ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ശിശുക്കൾ ആരാണ്? എന്താണ്? അതൊക്കെ കഴിഞ്ഞ ആഴ്ചയല്ലേ പറഞ്ഞല്ലേ? ഓർക്കുന്നോ? വിശ്വാസത്തിൽ ശിശുക്കളാണോ? അല്ല. പിന്നെ പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി. ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്നവർ. ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്നവരാണ് ആര്? ശിശുക്കൾ. ആ ന്യായപ്രമാണം ചൂണ്ടിക്കാണിക്കുന്ന, ന്യായപ്രമാണത്തിൻ്റെ പൊരുളായിരിക്കുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ് ആര്? പുത്രന്മാർ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രായം തികഞ്ഞവർ. ഈ 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്കുകളാണത്. കട്ടിയായുള്ള ആഹാരം, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർ അല്ലെങ്കിൽ പുത്രത്വം പ്രാപിച്ചവർ, അവരാണ്. അപ്പോൾ ഈ ലേഖനം എഴുതുന്നത് എബ്രായ വിശ്വാസികൾക്കാണ്. യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസ സമൂഹത്തിലേക്ക് വന്ന ഒരു കൂട്ടം എബ്രായർ. അപ്പോൾ അവരിൽ ഒരു കൂട്ടം ആളുകൾ, അവരിൽ ചിലരെ സംബന്ധിച്ച് ലേഖനകർത്താവിനൊരു സംശയമുണ്ട്. കാരണം ഈ വലിയൊരു കൂട്ടം ആളുകൾ വന്നതിൽ കുറേ പേരെന്ത് ചെയ്തിട്ടുണ്ട്? തിരികെ പോയിട്ടുണ്ട്. ഈ വിശ്വാസത്തെ ത്യജിച്ച് അല്ലെങ്കിൽ ഈ കൂട്ടത്തെ ഉപേക്ഷിച്ച് അവർ തങ്ങളുടെ പഴയ മതത്തിലേക്ക്, എബ്രായ മതത്തിലേക്ക്, യഹൂദ മതത്തിലേക്ക് അവർ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ട്. അപ്പോൾ അവരെ പ്രബോധിപ്പിച്ച് എഴുതിയതാണ് ഈ ലേഖനം. ഈ ലേഖനത്തിലെ എല്ലാ മുന്നറിയിപ്പുകളും എന്താണ് പറയുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മളത് ഓർത്തതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരു കണക്ഷൻ വന്നതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോകാം. എല്ലാ മുന്നറിയിപ്പുകളിലെയും മുന്നറിയിപ്പ് എന്താണ്? പ്രബോധനം എന്താണ്? എന്തു ചെയ്യണം? വിശ്വസിക്കണം. ഇവിടെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മുന്നറിയിപ്പിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 4-5 വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ
പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പോൾ ഇവിടെ ഒരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പിന്മാറിപ്പോയാൽ എബ്രായ ലേഖനത്തിന് പിന്മാറ്റക്കാരാരാണ്? കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞു. സൗര്യന്മാരെ ഏതാണ്? വിശ്വസിക്കാത്തവർ അല്ലേ? അതെ, 10-ാം അധ്യായത്തിൽ നിന്നും മറ്റ് വേദഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മളത് കണ്ടു. വിശ്വസിക്കാത്തവരാണ്. രക്ഷയെക്കുറിച്ച് യേശുക്രിസ്തുവാണ് സർവ്വശ്രേഷ്ഠനെന്നും ന്യായപ്രമാണത്തിൻ്റെ പൊരുളാണെന്നും വരുവാനുള്ള നന്മയാണ് ക്രിസ്തുവെന്നും ന്യായപ്രമാണം ചൂണ്ടിക്കാണിച്ച രക്ഷകനാണ് ക്രിസ്തുവെന്നും മനസ്സിലാക്കിയിട്ടും ആ സർവ്വശ്രേഷ്ഠനായ പൂർണ്ണരക്ഷ നൽകുന്ന അപൂർണനായ മനുഷ്യനെ പൂർണ്ണനാക്കുന്ന ഈ രക്ഷകനിൽ, മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം വന്ന ഈ നിത്യം മഹാപുരോഹിതനിൽ വിശ്വസിച്ച് ആശ്രയിക്കാത്തവർക്ക് എന്തേ ഉള്ളൂ? നിത്യമായ ശിക്ഷയേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ദൂതന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞപ്പോഴും അത് പറഞ്ഞു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങൾ അനുസരിക്കാത്തവരെ ശിക്ഷിച്ചുവെങ്കിൽ കർത്താവിൻ്റെ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ഒരു കാരണവശാലും തെറ്റിയൊഴുകിയില്ല, നിത്യശിക്ഷാവധിയുള്ളൂ. മോശ മുഖാന്തരം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ അവൻ്റെ വാക്കുകൾ അനുസരിക്കാതെ വന്നപ്പോൾ അവർ നശിച്ചു പോയെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. 4-ാം അധ്യായത്തിൽ അവരെപ്പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള അവസരം പിന്നെയും ശേഷിച്ചിരിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ സൂക്ഷിക്കുക. അപ്പോൾ അവരെങ്ങനെ സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരുന്നത്? അവിശ്വാസ നിമിത്തം. വിശ്വസിക്കണം, അതെല്ലാം മുന്നറിയിപ്പുകളും വിശ്വസിക്കണം എന്നുള്ളതാണ്. 10-ാം അധ്യായം നമ്മൾ വായിച്ചതാണ്. 26-ാം വാക്യം എന്താണ്? സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ എതിരാളികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയേ ഉള്ളൂ. അവിടെ 10-ാം അധ്യായം 38-ാം വാക്യം നമ്മൾ ചിന്തിച്ചു. എന്താണ്? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ. അപ്പം വിശ്വസിക്കാത്തവരാണ് ആര്? പിന്മാറുന്നവർ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെ വിശ്വസിച്ച് ജീവരക്ഷ. ഈ വലിയൊരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ഈ സമൂഹത്തിലേക്ക് വന്നു. പക്ഷേ എല്ലാവരിലും ശരിയായ വിശ്വാസം ഇല്ല. സത്യം മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പോൾ നമ്മളിവിടെ വായിക്കുമ്പോൾ ചില പ്രസ്താവനകൾ, അയ്യോ ഇവർ ശരിക്കും വിശ്വസിച്ചവരല്ലേ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരല്ലേ എന്ന് നമുക്ക് തോന്നിക്കും. 4-ാം വാക്യം 6-4 ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. ആ പ്രസ്താവനകൾ 1, 2, 3 കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചവർ, മനസ്സിലാക്കിയവർ. എന്താണ്? ഈ നസറായനായ യേശുവാണ് ദൈവം ആക്കി വെച്ച ക്രിസ്തു, കർത്താവ്. അപ്പോസ്തലന്മാരുടെ പ്രസംഗം എന്തായിരുന്നു പ്രസംഗം? നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുന്ന ക്രിസ്തു, മശിഹാപുത്രൻ, അവർ നിത്യപുത്രനാണ് മശിഹാപുത്രനായി വരുന്നതെന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നില്ല. നമ്മൾ സുവിശേഷങ്ങളിലെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിത്യപുത്രനാണ് മശിഹാപുത്രനായി വന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അത് മനസ്സിലാക്കി കൊടുത്തു. പല കാര്യങ്ങളിൽ കൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. എബ്രായ ലേഖനത്തിൽ അത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ വ്യക്തമായി ബോധ്യമാക്കപ്പെട്ട ആളുകൾ, അതാണ് ഇവിടെ നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരിക്കൽ പ്രകാശനം ലഭിച്ച ആളുകൾ, എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകൾ, കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുള്ള ആളുകൾ. രണ്ടാമത്തെ കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം
അവിടെ ആസ്വദിക്കുക എന്നുള്ള ആ താഴെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് ഒരുമിച്ച് പറയാം. സ്വർഗീയ ദാനം ആസ്വദിക്കുക. പിന്നെ 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. അപ്പോൾ സ്വർഗീയ ദാനം ആസ്വദിച്ചവർ, ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. ഇവർ ആസ്വദിച്ചവരാണ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്തവരാണ്. അവർ കഴിച്ചവരല്ല, സ്വീകരിച്ചവർ അല്ല. അവർ നമുക്കറിയാം, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ നേരിട്ട് അനുഭവിച്ച ആളുകളാണ് യഹൂദന്മാർ. കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ. ആ നല്ല ദൈവത്തിൻ്റെ നല്ല വചനം, സ്വർഗീയ ദാനം എന്താണ്? കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. ആ സ്വർഗീയ ദാനം ദൈവത്തിന് മനുഷ്യവർഗത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ ദാനം ആരാ? യേശു കർത്താവിനെ മുട്ടി ഉരുമിയൊക്കെ നടന്ന് യേശു കർത്താവിൽ നിന്ന് ആ സ്വർഗത്തിൻ്റെ ഒത്തിരി ദാനങ്ങൾ, നന്മകളൊക്കെ നേരിട്ട് അനുഭവിച്ച ആളുകളാണ് ഈ ആയിരക്കണക്കിന് ആളുകൾ. അതാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ ദൂതന്മാരുമായുള്ള താരതമ്യത്തിൽ അവിടെ മുന്നറിയിപ്പിൽ ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ നേരിട്ട് കണ്ട് സ്വർഗീയ ദാനം ആസ്വദിച്ച, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ച ആളുകളാണവർ. പക്ഷേ അവരാരെ സ്വീകരിച്ചില്ല? ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല. അവർ ടേസ്റ്റ് ചെയ്തു, പക്ഷേ യേശുവിനെ അവർ ഈ യേശു, നസറായനായ യേശു എൻ്റെ രക്ഷകനാണ്, എൻ്റെ കർത്താവാണ്. ഞങ്ങളുടെ ന്യായപ്രമാണത്തിൽ, ഞങ്ങളുടെ തോറയിൽ, ഞങ്ങളുടെ നബീമിൽ, പ്രവാചക പുസ്തകങ്ങളിൽ, സങ്കീർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരുന്ന രക്ഷകനാണ്, കർത്താവാണ് ഈ നസറായനായ യേശു എന്ന് അവരെന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. ഈ ആയിരക്കണക്കിന് ആളുകൾ കൂടെ ഉണ്ടായിരുന്നതിൽ എത്ര പേര് അങ്ങനെ വിശ്വസിച്ചവരുണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു? 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. വെറും 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആയിരങ്ങൾ ഇത് ആസ്വദിച്ചവരാണ്. യൂദയടക്കമുള്ള ആളുകൾ ഇത് ആസ്വദിച്ചവരാണ്. സ്വർഗീയദാനം ആസ്വദിച്ചവരാണ്. വരുമാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ നല്ല വചനത്തിൻ്റെ ആൾരൂപത്തെ അവർ കണ്ടവരാണ്. ദൈവവചനത്തിൻ്റെ ആൾരൂപം അവരോടുകൂടെ എന്ത് ചെയ്തതാ? നടന്നതാണ്. പക്ഷെ അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല, സ്വീകരിച്ചില്ല. കർത്താവ് നേരിട്ട്. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എൻ്റെ അപ്പം തിന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ചതുകൊണ്ട് ഈ സത്യങ്ങളെ സ്വീകരിക്കണമെന്ന് ഇല്ല. അതാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം എന്ന് പറയുന്നത്. ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ സുവിശേഷ വേലയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒത്തിരി അനുഭവം നമ്മൾ വിചാരിക്കും തീർച്ചയായിട്ടും ഇവരെന്ത് ചെയ്യും? ദൈവകൃപയിൽ വരും, കർത്താവിനെ അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്ന എത്രയോ ആളുകൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഈ ദൈവകൃപയുടെ സ്വർഗീയ ദാനമൊക്കെ ആസ്വദിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഒരു അനുഭവം പറയാം. ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭവനത്തിൽ നമ്മുടെ സഹോദരന്മാർ ചെല്ലുമ്പോൾ അവരുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും, മധ്യവയസ്കരായ ഭാര്യയും ഭർത്താവും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സഹോദരന്മാർ ചെന്ന് ഇങ്ങനെ ഞങ്ങൾ സുവിശേഷം പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, വരൂ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരല്ലേ, വരൂ അകത്തേക്ക് ഇരിക്കാം. അങ്ങനെ അവരുടെ ഹാളിലിരുത്തി അവർ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ മകൻ സൗദി അറേബ്യയിൽ, ഞങ്ങൾക്ക് 2 ആൺമക്കളാണ്, ഇളയവൻ സൗദി അറേബ്യയിൽ ജയിലിലാണ്, അവൻ എന്തു വേണമെങ്കിലും സംഭവിക്കാം, ഞങ്ങളതുകൊണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ സഹോദരന്മാർ, അന്ന് ഞാനുണ്ടായിരുന്നില്ല, അപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, ഇനി നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ കർത്താവ് നിങ്ങളെ രക്ഷിക്കും, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ മതിയായവനാണ്. വലിയൊരു കേസിലകപ്പെട്ട് ചെറുക്കൻ ജയിലിൽ കിടക്കുകയാണ്, എന്തു വേണമെങ്കിലും സംഭവിക്കാം. ആ ഹാളിൽ അവർ മുട്ടുകുത്തി, സഹോദരന്മാർ ആ ഹാളിൽ മുട്ടുകുത്തി, അവരോട് പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അടുത്ത ആഴ്ചയിൽ വീണ്ടും ആ ഭവനത്തിലെ നമ്മുടെ സഹോദരന്മാർ 2 പേര് കടന്നു ചെന്നു. അപ്പോൾ അതുപോലെ ഇവർ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്.
അപ്പോൾ വന്നപ്പോൾ തന്നെ അവർ എഴുന്നേറ്റ് വരൂ, അകത്തിരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് കയറി ആ ഹാളിലേക്ക് കയറി നോക്കിയപ്പോൾ ആ ഹാളിൻ്റെ അപ്പുറ സൈഡിലായിട്ട് ആ ഒരു റൂമുണ്ട്. ആ റൂമിലൊരു പയ്യനിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, അതാരാ? മൂത്ത മോനാണോ? അല്ല, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, അവനെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് ഗവൺമെൻറ് അവനെ റിലീസാക്കി അവനെ ഇങ്ങോട്ട് കയറ്റി വിട്ടു. അപ്പോൾ നമ്മളെന്ത് ചിന്തിക്കും? ഇവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? പക്ഷെ അടുത്ത ആഴ്ച ചെന്നപ്പോൾ അവർക്ക് നമ്മളെ വേണ്ട, ഈ യേശുവിനെ വേണ്ട. എന്തുമാത്രം ആളുകൾ ഇനി ഇങ്ങനെ ഒരു നന്മകളും ലഭിക്കാതിരുന്നിട്ടും സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ നമ്മൾ നാളുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ എത്രയോ ആളുകൾ. അവിടെ നമ്മൾ വായിക്കുന്ന പോലെ ആ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ആളുകൾ, അല്ലെങ്കിൽ നമ്മളവിടെ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ച ആളുകൾ, അവർ കർത്താവിനെന്ത് ചെയ്യും? യഥാർത്ഥമായി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലൂക്കോസ് 14:25 പറഞ്ഞു, ഏറിയ പുരുഷാരം തൻ്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ സ്വന്തം നിലങ്ങളെയോ സ്വന്തം ജീവനെയോ സ്നേഹിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ എല്ലാറ്റിലും ഉപരിയായിട്ട് ഈ രക്ഷകനെ, ഈ ക്രിസ്തുവിനെ സർവശ്രേഷ്ഠനായിട്ട് അംഗീകരിക്കാനായിട്ട് ഈ കൂട്ടത്തിൽ വന്ന ആളുകൾക്ക് അവർക്ക് സാധിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 16 യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ക്ഷമിക്കണം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, പിന്നെ എന്താ? അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ എന്ത് ചെയ്യുന്നത്? അന്വേഷിക്കുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒത്തിരി ആളുകൾ വിശ്വാസ സമൂഹങ്ങളിലുണ്ട്. തങ്ങളുടെ കാര്യസാധ്യത്തിനായി തങ്ങളെക്കാൾ അധികമായി, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാമായി യേശുവിനെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, 15-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് 19-ാമത്തെ വാക്യത്തിൽ, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അപ്പോൾ പുനരുദ്ധാനമില്ല എന്നങ്ങ് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞാൽ അത് കേട്ട് എന്ത് ചെയ്യുക? പുനരുദ്ധാനം ഇല്ല. പുനരുദ്ധാനമില്ലെങ്കിൽ പിന്നെ യേശുവിൽ വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? ആ വിശ്വാസത്തിന് തന്നെ, ആ ജീവിതത്തിന് തന്നെ യാതൊരു അർത്ഥവും ഇല്ലാതെ പോവുകയാണ്. അപ്പോൾ യഥാർത്ഥമായ യേശുവാണ് എല്ലാം, നസ്രായനായ യേശുവാണ് ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ കർത്താവ് എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ കേവലം ഈ അപ്പം തിന്നുവാനോ, അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും രോഗസൗഖ്യത്തിനോ സാമ്പത്തികമായ ലാഭങ്ങളോ പ്രോസ്പെരിറ്റിയോ ഒക്കെ നോക്കി വന്ന ആളുകളാണ് അവർ. പക്ഷേ അവർക്ക് ഈ കൃപയെ അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. നമ്മൾ നേരത്തെ കണ്ട ഭാഗങ്ങൾ അതൊക്കെയുണ്ട്. ഈ കനാൻ ദേശം നോക്കിയ ആളുകൾ, അവർ ഈ രുചിച്ചു നോക്കി ആസ്വദിച്ച ആളുകളാണ്, അല്ലേ? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരൊക്കെ ഇത് ആസ്വദിച്ച, അവർ കണ്ടു. അവിടുത്തെ ഫലങ്ങളും കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്തു? കണ്ടു. പക്ഷെ അവർ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവർ വിശ്വസിച്ചില്ല. അത് ഒരു മുന്നറിയിപ്പായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം. അന്നാളിൽ നിങ്ങൾ എന്നോട് പറയും, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വീര്യപ്രവൃത്തികൾ ചെയ്തു, ഞങ്ങൾ പ്രവചിച്ചു. ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ട് പോകുവീൻ എന്ന് തീർത്തു പറയും. അപ്പോൾ ഇതെല്ലാം ആസ്വദിച്ച അനുഭവിച്ച ആളുകളാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ കർത്താവിനെ പിലാത്തോസിൻ്റെ കൽത്തളത്തിൽ നിർത്തിക്കഴിഞ്ഞപ്പോൾ, പിലാത്തോസ് കൊണ്ടുവന്ന് കർത്താവിനെ നിർത്തി, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കൈസറല്ലാതെ വേറെ രാജാവില്ല. ഇവനെന്ത് ചെയ്യുക? ക്രൂശിക്കുക. അപ്പോൾ പിലാത്തോസ് പരമാവധി ശ്രമിച്ചു കർത്താവിനെ വിട്ടയക്കാനായിട്ട്. ബറബാസ്
എന്ന ഒരുവനെ അവർ പറയുന്ന ബറബാസിനെ എന്ത് ചെയ്താൽ മതി, വിട്ടാൽ മതി. യേശുവിനെ എന്ത് ചെയ്യുക, ക്രൂശിക്കുക. യേശുവിനെ ഞങ്ങൾക്ക് ഈ ക്രൂശിക്കുക എന്ന് പറഞ്ഞതിൽ ആര് കാണും? ഈ ആസ്വദിച്ച ആളുകൾ കാണും. അതാ അവിടെ പ്രവചനത്തിൽ പറഞ്ഞ, സങ്കീർത്തനത്തിൽ പറഞ്ഞത്, എൻ്റെ അപ്പം തിന്നവൻ എൻ്റെ നേരെ കുതികാൽ. അപ്പോൾ ഇതിലും ഈ രോഗസൗഖ്യം അനുഭവിച്ച ആളുകൾ, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അടയാളം കണ്ട ആളുകൾ, കർത്താവിനെ തൊട്ട ആളുകൾ, കർത്താവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നന്മ അനുഭവിച്ച ആളുകളും ആ കൂട്ടത്തിൽ കാണും. അവർ അത് അനുഭവിച്ച ആളുകളാണ്. ഒരു കാര്യം കൂടെ അതിലുണ്ടല്ലോ, അതും കൂടെ പറഞ്ഞ് മുന്നോട്ട് നമുക്ക് പോകാം. പരിശുദ്ധാത്മാവിനെ, 4-ാമത്തെ വാക്യം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനുഭവിച്ചവർ. അവിടെ മെറ്റഗൗസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മൂലഭാഷയിൽ. ടു ഗോ എലോങ് വിത്ത്, അത് പരിശുദ്ധാത്മാവ് അവരോട് ചേർന്ന് നടന്ന് അവരെ ബോധ്യപ്പെടുത്തി, ഇലുമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എൻലൈറ്റൻ ചെയ്തു. അവർക്ക് പ്രകാശിപ്പിച്ചു കൊടുത്തു. നീ കാത്തിരുന്ന മസിഹിയാണ് ആര്? നസറായനായ യേശു. ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമായ, നിഴലാകുന്ന ന്യായപ്രമാണത്തിൻ്റെ പൊരുളായ, പ്രതിബിംബങ്ങളും പ്രതിരൂപങ്ങളുമായ ന്യായപ്രമാണത്തിൻ്റെ പൊരുളായ ക്രിസ്തു ഇവനാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്താതെ ആർക്കും കർത്താവിനെ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. കൊരിന്ത്യർക്ക് 1 ലേഖനം 2-ാം അധ്യായം നമ്മളത് കാണുന്നുണ്ടല്ലോ. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല ഒരുത്തിൻ്റെയും ഹൃദയത്തിൽ. അതെന്താ? ക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ ക്രൂശിൽ മരിക്കുന്ന ക്രിസ്തുവാണ് എന്ന് യഹൂദന്മാരാരും വിചാരിച്ചിട്ടില്ല. അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ എന്ത് ചെയ്യില്ലായിരുന്നു? ക്രൂശിക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കെങ്ങനെ മനസ്സിലായേ? ഈ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ ഉള്ള യഹൂദന്മാർക്ക് മനസ്സിലാകാതെ ജാതികളായി നമുക്കെങ്ങനെ പിന്നെ മനസ്സിലായേ? അതിന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് 12-ാം വാക്യം. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 12-ാം വാക്യം. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ എന്താ? കർത്താവ് പറഞ്ഞു, അവൻ വന്ന് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യന് എന്ത് ചെയ്ത് നൽകുന്നത്? ഈ ബോധം നൽകുന്നത്. ഇതാണ് സത്യം, ഇവനാണ് രക്ഷകൻ, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് വെളിച്ചം എന്നുള്ള, ഇതാണ് വഴി എന്നുള്ള ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി നൽകുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോടുള്ള പാപം, ദൂഷണം എന്ത് ചെയ്യില്ല? ക്ഷമിക്കുകയില്ല. വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 29-ാമത്തെ വാക്യം. മർക്കോസ് 3:29. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവൻ, പാപം ചെയ്യുന്നവൻ, എതിര് നിൽക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനോട് എതിർത്ത് നിൽക്കുന്നവൻ എന്തില്ല? ക്ഷമ കിട്ടാതെ നിത്യ ശിക്ഷാവധി, നിത്യശിക്ഷയിലേക്ക് അവരെന്ത് ചെയ്യും? പോകും. അതിതാ ഏത്? പരിശുദ്ധാത്മാവ് എൻലൈറ്റൻ ചെയ്തിട്ട് പ്രകാശിപ്പിച്ചു കൊടുത്തിട്ട് പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് രക്ഷകനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ രക്ഷകനെ സ്വീകരിക്കാതിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനോടുള്ള ദൂഷണം, പാപം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും എന്തില്ല. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ. അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ ഈ ദൈവിക ദാനങ്ങളും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ നല്ല വചനവും ഒക്കെ ആസ്വദിച്ച് ടേസ്റ്റ് ചെയ്ത് ഈ കൂട്ടത്തിലേക്ക് വന്നിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ചെന്ന് സുവിശേഷം പറഞ്ഞിട്ട്
വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ചല്ല പറയുന്നത്. ഈ കൂട്ടത്തിലേക്ക് വന്ന് ഇതിൻ്റെ നന്മകളൊക്കെ അനുഭവിക്കുകയും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പരിശുദ്ധാത്മാവിനാൽ കാര്യങ്ങൾ ശരിയായി ബോധ്യമാക്കപ്പെടുകയും ചെയ്ത ആളുകൾ, അവർ ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായി വിശ്വസിക്കാതിരുന്നാൽ, അംഗീകരിക്കാതിരുന്നാൽ, ഇവിടെ പിന്മാറിപ്പോയാൽ എന്ന് പറഞ്ഞാൽ ആരാ? വിശ്വസിക്കാതെ പോയാൽ, കർത്താവിനെ സ്വീകരിക്കുക, അവൻ്റെ കർത്തൃത്വത്തെ, അവൻ്റെ അവനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതെ പോയാൽ അവരെ പിന്നെ ഈ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുകയില്ല. പിന്നെ അവർക്ക് എന്തേ ഉള്ളൂ? 7-ാം വാക്യം, 7-8 വാക്യങ്ങൾ. എബ്രായലേഖനം 6-ന്റെ 7-8 വാക്യങ്ങൾ ഒന്ന് വായിച്ചോട്ടെ. ഇവിടെ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എന്നുള്ളതിൽ ഒരു 2 സെൻറ്റൻസ് കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. മറ്റൊരു മുന്നറിയിപ്പിൽ, ആദ്യത്തെ മുന്നറിയിപ്പിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ദൂതന്മാരുമായിട്ടുള്ള താരതമ്യത്തിൽ ഈ മുന്നറിയിപ്പ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകിയെന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിക്ക് എന്ത് കൊടുക്കുക? പരിശുദ്ധാത്മാവിനെ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവനെ ബോധ്യപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ അവൻ്റെ കൂടെ കൊടുക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അല്ലെങ്കിൽ സ്ഥിരവാസമാക്കുന്നില്ല, അവന് കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്. അപ്പോൾ എന്നിട്ട് അത് അംഗീകരിക്കാതെ പോയാൽ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. 19-ാം വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായം 19-ാം വാക്യം. ആ 20-ാം വാക്യം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. അപ്പോൾ ഇവിടെ പറയുക എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന്. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്, പക്ഷെ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അപ്പം എന്ത് മനസ്സിലാക്കാം? അവർ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ പിന്മാറുക എന്ന് പറയുന്നത് വിശ്വസിച്ചിട്ട് പിന്മാറിപ്പോയവരല്ല. വിശ്വാസം ഉപേക്ഷിച്ച്, ക്രിസ്തുവിനെ ഉപേക്ഷിച്ചൊരു വ്യക്തി പാപം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇവിടെ പറയുന്നത്. ഒരു വ്യക്തി വിശ്വാസം ഉപേക്ഷിച്ച് ദൈവകൃപയിൽ നിന്ന് കർത്താവിനെ ഉപേക്ഷിച്ച് എന്നേക്കുമായി പോകുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പോകുന്നവർ അവർ അത് പിന്മാറിപ്പോകുന്നതല്ല. അവർ നമ്മുടെ കൂടെയുള്ളവർ അല്ല, അവർ കർത്താവിനുള്ളവരല്ല. അവരെന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ വിശ്വാസത്യാഗികൾ എന്ന് വിളിക്കാനായിട്ട് കഴിയില്ല. അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം എന്ന് പറയുമ്പോൾ വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്തെ ഉപേക്ഷിക്കുന്നതിനെയാണ്, മതത്തെ ത്യജിച്ച് പറയുന്നതിനെയാണ് അപ്പോസ്റ്റസി എന്ന് പറയുന്നത്. എന്നാൽ ആ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് യുക്തമല്ലെന്നാണ് എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ ബോധ്യം അതാണ്. കാരണം വിശ്വസിക്കാത്തവരാണവർ. പിന്നെ എങ്ങനെ വിശ്വാസത്യാഗികൾ എന്ന് പറയാനായിട്ട് സാധിക്കും? അവർ വിശ്വസിച്ചവരെ അല്ല. യഥാർത്ഥമായി ഈ നസറായനായ യേശുവിനെ ക്രിസ്തുവായ കർത്താവായിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല? അംഗീകരിച്ചിട്ടില്ല. പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വത്തിൽ, ഉപദേശത്തിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെ വിശ്വാസത്യാഗി എന്ന് പറയാനായിട്ട്, ഒരു വിശ്വാസിയെ വിശ്വാസത്യാഗി എന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ യഥാർത്ഥമായി വിശ്വസിച്ചവരാരാ? നമ്മളാരാ? നമ്മുടെ പദവികളൊക്കെ എന്ന് പറഞ്ഞ് ദൈവമക്കൾ. ഈ ദൈവമക്കളായല്ലോ നമ്മൾ, അല്ലെങ്കിൽ ദൈവമകനായല്ലോ, ദൈവമകനോ മകളോ ആയി. ഇനി പിശാചിന് മകനോ മകളാവോ? ഇല്ല, ഒരിക്കലുമില്ല. വിശുദ്ധയായി
ഇനി അശുദ്ധയാവോ? ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമത്തിൽ? പഴയ നിയമത്തിലാണെങ്കിൽ ശരി, പുതിയ നിയമത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആക്കിയത്? അവിടെ ദൈവം പ്രയോഗിച്ച കാര്യം എന്താ? വിശ്വാസം അവിടെ നിൽക്കട്ടെ, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്. വിശ്വാസം നമ്മുടെ ഭാഗത്തു നിന്നല്ലേ? എന്താണ്? കൃപ. കൃപ കൃപ കൃപയാണ്. കൃപ എന്താണ്? അർഹിക്കാത്ത ദാനം. ആ കൃപ എനിക്ക് ലഭിക്കുവാൻ അയോഗ്യനായ എന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ യോഗ്യനാക്കി തീർക്കുന്ന ഒരേ ഒരു ഘടകം കൃപയാണെങ്കിൽ, ആ കൃപ വിശ്വസിക്കുന്നവരിൽ അവിടെ ചെല്ലുന്നവരെന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥമായി വിശ്വസിച്ചവരെ ആ കൃപയിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനം. കൃപയിലേക്ക്, ആ കൃപയെ അംഗീകരിച്ചവരെ അവസാനം വരെ സംരക്ഷിക്കാൻ ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. അപ്പോൾ അവിടെ അപ്പോസ്റ്റലസി എന്നുള്ളത് വിശ്വാസത്യാഗമല്ല, ഇവർ വിശ്വസിക്കാത്ത ആളുകളാണ്. തോന്നിയതാണ്. നമ്മുടെ കൂടെ കുറേ നാൾ നടന്ന് സുവിശേഷ പ്രവർത്തനവും ദാനങ്ങളും, എനിക്കറിയാം ഒത്തിരി ആളുകൾ, ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ നമുക്ക്. അതായത് വളരെ ദാനങ്ങൾ കൊടുക്കുന്ന, വളരെ നന്നായി ജീവിക്കുന്ന, ഒത്തിരി സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ വളരെ കാലം മുന്നോട്ട് പോയ ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ യഹോവസാക്ഷിയായിട്ട് മാറുകയാണ്. യേശുവിനെ നിഷേധിക്കുകയാണ്, യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുക. അപ്പം നമുക്ക് തോന്നി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇദ്ദേഹം ആയിരിക്കും ഒരു ദൈവമകനാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. അദ്ദേഹം പിന്മാറിപ്പോയതല്ല, അദ്ദേഹം അവിശ്വാസിയായിരുന്നു എന്നുള്ളത് എന്താ നമ്മുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടതാണ്. ഈ പല കാര്യങ്ങളും ദൈവം അങ്ങനെ എന്ത് ചെയ്യും? തെളിയിക്കുക. യഥാർത്ഥ വിശ്വാസം ഈ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഇല്ല എന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും പാപത്തിൽ ഇനി തുടരുകയാണെങ്കിൽ പോലും അത് തെളിയിക്കേണ്ടത്, വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ദൈവത്തിൻ്റെ നീതിയിൽപ്പെട്ട കാര്യമായതുകൊണ്ട് ദൈവം അത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന ഒരു 10-ാം അധ്യായത്തിലാണെങ്കിൽ ഇവിടെയാണെങ്കിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷിക്കാർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു, ചുട്ടുകളക അത്രേ അതിൻ്റെ അവസാനം. 8-ാമത്തെ വാക്യത്തിൽ ഒരു വാക്കുണ്ട്, അതിന് പിന്നെ എന്തോ ഉള്ളൂ? ശാപത്തിന് അടുത്തത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനൻ്റെ മേലെന്തില്ല? ശാപം ഇല്ല. ശാപം മുറിക്കാൻ നടക്കുന്ന ഒത്തിരി പാർട്ടികളുണ്ട്. ശാപം മുറിക്കാൻ. ദൈവമക്കൾക്ക് എന്തില്ല? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഇന്നത് മാറ്റിക്കോണം. ദൈവമക്കൾക്ക് എന്തില്ല? ശാപം ഇല്ല. ശാപമില്ല. ശാപം എവിടെ മാറ്റി? ക്രൂശിൽ മാറ്റി. ഈ ദൈവമക്കളെന്ന് പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും മാതാപിതാക്കന്മാർ മക്കളെ ശപിക്കാറുണ്ടോ? ശപിക്കോ? നമ്മൾ ശപിക്കോ? അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യരുത്. അത് വചനമുണ്ട്. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്നാണ്. അപ്പോൾ നമുക്ക് ശാപമില്ല. നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി നമുക്ക് എന്ത് നൽകിയെന്ന അബ്രഹാമിക അനുഗ്രഹം. താഴേക്ക് പോകുമ്പോൾ ഞാനതൊന്ന് വിശദീകരിച്ച് പറയാം. അപ്പം നമുക്ക് ശാപമില്ല. അപ്പോൾ എളുപ്പമായല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല, നമ്മളാരാ? ദൈവമക്കളായതുകൊണ്ട് നമ്മൾ മക്കളെ ശപിക്കില്ല. പക്ഷെ എന്തു ചെയ്യും? ശാസിക്കും, പ്രബോധിപ്പിക്കും, നേരായ വഴിക്ക് നടത്താനായിട്ട് ശ്രമിക്കും. വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചാൽ എന്തു ചെയ്യും? അതറിയാത്തതുകൊണ്ടാണ്, ചെയ്യാത്തതുകൊണ്ടായിരിക്കും പറയാത്തത്. എന്താ? ബാലശിക്ഷ കൊടുക്കും അല്ലേ? അത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാക്യമാണ്. 1 കൊരിന്ത്യർ 11 നമുക്കറിയാവുന്ന കർത്തൃമേശയോട് ബന്ധപ്പെട്ട്. അപ്പോൾ ബ്രദറിന് അതാണോ സന്തോഷം? ശിക്ഷിക്കുന്ന കാര്യം അതുകൊണ്ടല്ല, പറയുമ്പോൾ അത് മനസ്സിലാവും. അവിടെ പറയുന്നുണ്ട്, നാം നമ്മെ തന്നെ 3 കാര്യം പറയുന്നുണ്ടല്ലോ അവിടെ. നാം നമ്മെ തന്നെ ശോധന ചെയ്യണം, വിവേചിക്കണം, പിന്നെ വിധിക്കണം. അപ്പോൾ ഒടുവിൽ അവിടെ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാഞ്ഞാൽ രോഗികളും ബലഹീനരും
നിദ്ര കൊള്ളുകയും നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിലോ വിധിക്കപ്പെടുകയില്ല. എന്താണ് ദൈവം നമ്മെ 30 വാക്യം 11:1 വരുന്നത് 11:30. നാം ഇത് 31. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെത്താൻ ശോധന ചെയ്യാതെ കർത്തൃമേശയിൽ നിന്ന് എടുത്ത ദൈവം നിന്നെ ശപിക്കും. അങ്ങനെയാണോ? ഇല്ല, ശപിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. കാരണം ശാപം എന്നേക്കുമായിട്ട് എന്ത് ചെയ്തു? നീക്കി, നമ്മളെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി, ദൈവത്തിൻ്റെ മക്കളാക്കി. അതുകൊണ്ട് തെറ്റ് ചെയ്താൽ ദൈവം ചെയ്യുന്ന കാര്യമാണ്, നാം ലോകത്തോടുകൂടെ, അത് മറക്കരുത് ആ വാക്യം, ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ. അപ്പോൾ നമുക്ക് എന്തില്ല? ശിക്ഷാവിധി ഇല്ല, ശാപമില്ല. ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുക, ഇങ്ങനെ ചെയ്തവർക്ക് ശാപത്തിനടുത്ത ഒരു നിത്യദണ്ഡനം. 10-26 മുതൽ വായിക്കുമ്പോൾ നമ്മൾ പിന്നീട് അത് ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാകും. എന്നാൽ അടുത്ത ഭാഗത്ത് 10 മുതൽ 12 വരെയുള്ള വാക്യം പറഞ്ഞിരിക്കുകയാണ്. 8 മുതൽ 9 മുതൽ എബ്രായർ 6:9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. ഈ ലേഖനത്തിൻ്റെ അനുവാചകരെ സംബന്ധിച്ച് ലേഖനകർത്താവിന് വലിയ പ്രതീക്ഷയുണ്ട്. അവർ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണെന്നും, അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ട് എങ്കിൽ രക്ഷയ്ക്കുതകുന്നതും എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. 10 വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ നസ്രായനായ യേശുവിനെ യഥാർത്ഥ കർത്താവായി, ന്യായപ്രമാണത്തിൻ്റെ പൊരുളായി, ന്യായപ്രമാണത്തിൽ നിന്ന് വരുവാനുള്ള നന്മയായി നിങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ പൂർണ്ണ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. 12 വാക്യം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അപ്പോൾ ഈ വിശുദ്ധന്മാരുടെ കൂടെ നടന്ന് അവരെ ശുശ്രൂഷിക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ദാനധർമ്മങ്ങൾ ചെയ്യും, സുവിശേഷ വേല ചെയ്യും, പല കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിലും വിശ്വാസത്തിൽ യഥാർത്ഥമായ ബോധ്യമില്ലാതിരുന്നാൽ ഏത് സമയത്തും എന്ത് ചെയ്യാം? വീണ് പോകാനായിട്ട്, പിന്തിരിഞ്ഞു പോകാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ബോധ്യം, ശരിയായ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമക്കളെ, ഈ ഭാഗം പഠിക്കുമ്പോൾ ഈ മുന്നറിയിപ്പിൽ നമുക്കുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, ആർക്കെങ്കിലും ആ ബോധ്യമില്ലെങ്കിൽ നമ്മുടെ കർത്താവ് വിശ്വസിക്കുവാൻ യോഗ്യനാണ്. അവനാണ് സർവശ്രേഷ്ഠൻ. നമ്മുടെ വിശ്വാസം യുക്തിഭദ്രമായതാണ്. അത് ചരിത്രപരമായിട്ടും ശാസ്ത്രീയമായിട്ടും പ്രവചനപരമായിട്ടും കൃത്യതയുള്ളതാണ്. പത്രോസ്ലീഹ പറയുന്നുണ്ടല്ലോ, 2 പത്രോസ് 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ അടിസ്ഥാനമാക്കിയല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. അത് താഴേക്ക് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 20-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് ഒന്ന് വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു.
19-ാം വാക്യം, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു കോണിൽ, ലോകത്തിൻ്റെ കോണിൽ യാദൃശ്ചികമായി നടന്നതല്ല. പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ട്. ഇതുപോലെ ചരിത്രത്തിൻ്റെ അടിത്തറയുള്ള, ശാസ്ത്രീയ അടിത്തറയുള്ള, പ്രവാചക അടിത്തറയുള്ള ഒരു വിശ്വാസ ലോകത്തിൽ വേറെ എങ്ങുമില്ല. ഇതുപോലൊരു രക്ഷകൻ വേറെ എങ്ങുമില്ല. നമ്മുടെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഒരു കോട്ടമുണ്ട് എങ്കിൽ നിങ്ങളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കുവാനുള്ള ഒരവസരമാണ് എബ്രായലേഖനത്തിലെ പഠനമെന്ന് പറയുന്നത്. കർത്താവിനോ യഥാർത്ഥമായി സ്വീകരിച്ചില്ലെങ്കിൽ അവനോട് പറയാൻ, കർത്താവായ യേശുവേ, നീയാണ് എൻ്റെ രക്ഷകൻ, നീ മാത്രമാണ് എൻ്റെ കർത്താവ്, നിൻ്റെ ക്രൂശ് മരണമല്ലാതെ എൻ്റെ പാപങ്ങൾക്ക് വേറെ മോചനമില്ല, സ്വർഗരാജ്യത്തിലേക്കുള്ള ഏക പ്രവേശനം, ഏക വഴി നീ മാത്രമാണ്, ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയാനായിട്ടിടയായിത്തീരട്ടെ. മാത്രമല്ല, ആരെങ്കിലും വിശ്വാസത്തിൽ ശരിയായ വഴിയിൽ കൂടെ പോകാത്ത പാപങ്ങളിൽ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ അറിയുന്നുണ്ട്, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നാം അവിടെയും ഈ പിശാച് കൊണ്ടുവരും. നീ ഇങ്ങനെ പാപത്തിലൊക്കെ ജീവിക്കുന്ന ആളല്ലേ, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നീ നരകത്തിലേക്ക് പോകുകയുള്ളൂ. അല്ല, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ ദൈവം ഒരിക്കലും എന്ത് ചെയ്യില്ല, കൈവിടുകയില്ല. അവൻ ആ ദൈവവൈതലിനെ ബാലശിക്ഷയിൽ കൂടെ കടത്തി അവനെ ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കളങ്കമറ്റവരാക്കി എന്ത് ചെയ്യും, നിർത്തും. കർത്താവ് കൈവിടുകയില്ല. അവൻ വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നത് വിശ്വാസത്താലും ദീർഘക്ഷമയുമാലുമാണ്. 12-ാം വാക്യം, വിശ്വാസത്താലും ദീർഘക്ഷമയുമാലുമാണ്. അതിൻ്റെ അവിടെ എങ്ങനെയാണെന്ന് വായിക്കുന്നത്, എബ്രായലേഖനം 6:12, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ആരെക്കുറിച്ചാണ് പറയുന്നത്? അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. വാഗ്ദത്തം അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. എങ്ങനെ? എന്തിനാലൊക്കെ? വിശ്വാസത്താലും ദീർഘക്ഷമയാലും. അത് അബ്രഹാമിനെ കുറിച്ചാണ്. 13 മുതലുള്ള വാക്യങ്ങൾ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? സത്യം ചെയ്തു. ആ പോർഷൻ നമ്മൾ പറഞ്ഞതാണ്, അവിടേക്ക് പോകുന്നില്ല. അപ്പോൾ ദൈവം ചെയ്ത വാഗ്ദത്തത്തെ അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചു. ഗലാത്യലേഖനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. ആകയാൽ അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവിൻ. വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്നുള്ള സുവിശേഷം വാഗ്ദത്തം മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം ദൈവം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അതുകൊണ്ട് വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ. ആരാണ് അബ്രഹാമിൻ്റെ മക്കൾ? വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചത്, അവകാശം ലഭിച്ചത് വിശ്വാസത്താലാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളെ ദൈവം അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. അതിന് വളരെ വർഷങ്ങൾ എന്ത് ചെയ്തു? കാത്തിരുന്നു. സഹിഷ്ണുതയോടുകൂടെ എന്ത് ചെയ്തു? കാത്തിരുന്നു. അതുപോലെ വിശ്വാസികൾ സഹിഷ്ണുതയോടുകൂടെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥ വിശ്വാസി, യേശുക്രിസ്തുവിൽ സമ്പൂർണമായ ആശ്രയം വെച്ചിരിക്കുന്ന യഥാർത്ഥ വിശ്വാസിക്ക് ഉള്ള ഒരു പ്രത്യേകതയാണെന്ത്? സഹിഷ്ണുത. വാഗ്ദത്തം നാളെ നിവർത്തിക്കുമോ? ഇല്ല. ദൈവത്തിന് അതിന് സമയം ഉണ്ട്. ആ സമയം വരെ, അന്ത്യം വരെ. അവിടെ ഒരു വാക്കുണ്ടല്ലോ, അവസാനത്തോളം. അത് 11-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ. ഈ അവസാനത്തോളം എന്നുള്ളത് എബ്രായലേഖനത്തിൽ പല ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 13-ാം അധ്യായം, 11-ാം അധ്യായത്തിലെല്ലാം നമുക്ക് പിന്നീട് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അതിന് അവിടെ ഗലാത്യലേഖനത്തിലും എബ്രായലേഖനത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അവകാശം ലഭിച്ച് എന്തിനാലല്ല? ന്യായപ്രമാണത്താൽ അല്ല.
വാഗ്ദത്തത്താലാണ്. വാഗ്ദത്തത്തിൽ അബ്രാം വിശ്വസിച്ചതുകൊണ്ടാണ്. 430 വർഷം കഴിഞ്ഞാണ് ന്യായപ്രമാണം വന്നത്. ആ ന്യായപ്രമാണത്താലല്ല ഇസ്രായേൽ ജനതയ്ക്ക് അവകാശം കിട്ടിയത്. പിന്നെ എങ്ങനെയാണ് കിട്ടിയത്? ആ ന്യായപ്രമാണം വരുന്നതിന് 430 വർഷം മുമ്പ് അവരുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിൽ വിശ്വസിച്ചതിനാലാണ് ലഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണെങ്കിൽ ആ യേശുക്രിസ്തുവിൽ സമ്പൂർണ്ണമായ വിശ്വാസവും ആശ്രയം വയ്ക്കുന്ന ഏതൊരു വ്യക്തിക്കും സമ്പൂർണ്ണമായ പാപമോചനമുണ്ട്. അവനെ സമ്പൂർണ്ണമായി രക്ഷിക്കാമെന്നുള്ള വാഗ്ദത്തം ദൈവം മുന്നമേ ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന, ന്യായപ്രമാണത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്കും യാഗങ്ങളിലേക്കും ബലികളിലേക്കും ഉത്സവങ്ങളിലേക്കും പെരുന്നാളുകളിലേക്കും ശബത്തിലേക്കും ഒക്കെ നിങ്ങൾ തിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് എന്തില്ല? വാഗ്ദത്തം ഇല്ല. അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് അബ്രാമിനെ എടുത്ത് പറയുന്നത്. അബ്രാം ദൈവത്തിൽ വിശ്വസിച്ചതിനാലാണ് അവന് അവകാശം ലഭിച്ച, വാഗ്ദത്തം ലഭിച്ചത്, അവൻ്റെ സന്തതിക്ക് ലഭിച്ചത്. അതായത് ന്യായപ്രമാണത്താൽ അല്ല. അങ്ങനെയാണെങ്കിൽ ആ ന്യായപ്രമാണം ചെയ്യാനായിട്ട് നിങ്ങൾ പോകരുത്. അത് ആചരിക്കുവാൻ അനുഷ്ഠിക്കാൻ നിങ്ങൾ പോകരുത്. ന്യായപ്രമാണം ചൂണ്ടിക്കാണിക്കുന്ന, ന്യായപ്രമാണത്തിൻ്റെ പൊരുളായ ഈ ക്രിസ്തുവിൽ തന്നെ സമ്പൂർണ്ണമായ വിശ്വാസം ആശ്രയം വയ്ക്കണം. അവനാണ് വാഗ്ദത്ത സന്തതി. ഓ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ഒരു കർമ്മവും നമ്മൾ ചെയ്യാത്തത്, ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാത്തത്. ന്യായപ്രമാണത്തിൻ്റെ പൊരുളായ അത് പല ആളുകൾക്കും ഈ കാര്യങ്ങളോട് വളരെ വിയോജിപ്പ് നമ്മൾ ലോകത്തിൽ കാണാനായിട്ട് സാധിക്കും. പല ഈ ക്രൈസ്തവ മതത്തിലെ പല ഗ്രൂപ്പുകളും പറയുന്നത് പൗലോസാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്, വിശ്വാസത്താലുള്ള നീതീകരണം, കർമ്മം കൂടാതെയുള്ള രക്ഷ കൊണ്ടുവന്ന് പൗലോസാണ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ട്. അതുകൊണ്ട് സെൻറ്റ് പോൾ എന്നുള്ള പേര് അപൂർവമായിട്ടാണ് പലയിടത്തും പല ആരാധനാലയങ്ങൾക്കൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പൗലോസ് കൊണ്ടുവന്നതല്ല. പത്രോസിലേക്ക് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പ്രസംഗിച്ചപ്പോൾ ഒടുവിൽ പറഞ്ഞതെന്താ? അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പ്രവാചക പുസ്തകങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ, ന്യായപ്രമാണ പുസ്തകങ്ങളിൽ എഴുതി വെച്ചതാണ് ഈ രക്ഷകനിൽ, ദൈവം അയക്കുന്ന രക്ഷകനിൽ വിശ്വസിക്കുന്നവർ കാണുന്നത് പാപമോചനം. ഈ ന്യായപ്രമാണം അനുസരിക്കുന്നവർക്കല്ലെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് പ്രവാചക പുസ്തകത്തിലല്ലേ പറഞ്ഞത്? അല്ലേ? അതെ, യെശയ്യാ പ്രവാചകനും മീഖായും ഒക്കെ ഈ കർത്താവിനെ കുറിച്ചല്ലേ രേഖപ്പെടുത്തിയത്. അവനിൽ വേണം നിങ്ങൾ വിശ്വസിക്കാൻ. നിങ്ങൾ തിരിഞ്ഞു പോകരുത്. അവസാനത്തോളം ഈ വിശ്വാസത്തിൽ, ആ രക്ഷകനിൽ സമ്പൂർണ്ണമായ വിശ്വാസവും വിശ്രാമവും നിങ്ങൾക്കുണ്ടാകണം. ആ വിശ്വാസത്തിൻ്റെ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈ ആത്മീയ സത്യത്തിലേക്ക് നമ്മെ കൃപയാൽ കൊണ്ടുവന്ന, നമ്മെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന, നമ്മെ ഉലകസ്ഥാപനത്തിനു മുമ്പേ അതിനുവേണ്ടി നിയോഗിച്ച കർത്താവിന് വലിയ സ്നേഹത്തെ, കൃപയോർത്ത് കർത്താവിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യും. ഈ വലിയ പദവിയിലേക്ക്, സ്വർഗീയമായ പദവിയിലേക്ക് നമ്മെ ഇരുത്തിയിരിക്കുന്ന ആ പദവിക്ക് അനുസൃതമായ യോഗ്യമായ ഒരു ജീവിതം, ഒരു നിലപാട്, ഈ സത്യങ്ങളൊക്കെ നമ്മൾ ആഴമായി അറിയുമ്പോഴാണ് കൃത്യമായ നിലപാട് പല കാര്യങ്ങളും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇല്ല എങ്കിൽ പല കാര്യങ്ങളിലും നിലപാടില്ലാത്തവരായി നമ്മൾ പോകാനായിട്ടിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മൾ ആരാണ്, നമ്മുടെ കർത്താവ് ആരാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.